63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസിൽ നിന്നും പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഇനി 3 നാൾ കൂടി കഴിഞ്ഞാൽ തലസ്ഥാന നഗരം കലയുടെ നഗരമായി മാറുകയാണ്. ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 25 വേദികളിലായി 249ഓളം മത്സര ഇനങ്ങളിലായി ഏതാണ്ട് 15,000-ഓളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന വലിയ കലാമാമാങ്കത്തിന് തിരുവനന്തപുരം, അനന്തപുരി എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളിലൂടെ സർവ്വ പ്രൗഢിയോടും കൂടി ആ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കലോത്സവത്തിൻ്റെ മീഡിയ കമ്മിറ്റി ചെയർമാനും BJP ജില്ലാ അധ്യക്ഷനുമായ VV രാജേഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും തലസ്ഥാന നഗരി കേരളത്തിലെ വാസനയുള്ള വിദ്യാർത്ഥികളെ ആ സമൂഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു, ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും നന്നായിട്ട് പുരോഗമിക്കുകയാണ്. മാധ്യമങ്ങളിലൂടെ, വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ, അതായത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ, അവയിലൂടെ പരമാവധി ലോകത്തെ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ വാസനകൾ അറിയിക്കുവാനും അത് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഭാവിയിൽ പ്രയോജനം ചെയ്യുവാനുള്ള രീതിയിലാണ് എല്ലാം ചിട്ടയായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവസാനവട്ട ചർച്ചകൾ നടക്കുകയാണ്. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കൊക്കെ തന്നെ അവരുടെ വരുന്ന പ്രവർത്തകരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഭക്ഷണം കഴിക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ ക്യാമറ ചലിപ്പിക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഈ കലാമേളയുടെ മറ്റുള്ള നടത്തിപ്പിനും മറ്റും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. എല്ലാ വേദികളിലും ആവശ്യമായ രീതിയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നാടകം, അതുപോലെ തന്നെ നൃത്ത രൂപങ്ങൾ, ഇതൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ കാണികൾ വരുന്നത്. അപ്പോൾ കാണികൾക്ക് ഇതൊക്കെ തന്നെ ആസ്വദിക്കുവാനും കാണുവാനും കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരാതെ, എന്നാൽ മാധ്യമങ്ങൾക്ക് പരമാവധി ഇതൊക്കെ തന്നെ ഒപ്പിയെടുക്കുവാനും ജനങ്ങളിലെത്തിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ആസൂത്രണമാണ് ഞങ്ങൾ മീഡിയ കമ്മിറ്റി നടക്കുന്നത്. NTU ആണ് കേരളത്തിലെ അധ്യാപന രംഗത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയായിട്ടുള്ള NTU ആണ് മീഡിയ വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. മറ്റുള്ള അധ്യാപകരോടും അനധ്യാപകരോടും വിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ, പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് രാപ്പകൽ നല്ലൊരു അധ്വാനമാണ് നടത്തുന്നത്. കേരളത്തിന് അഭിമാനിക്കുവാൻ തരത്തിലുള്ള ഒരു കലാമേളയാക്കി ഈ മേളയെ മാറ്റാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഈ സാധാരണഗതിയിൽ കലോത്സവത്തിന് എത്തുമ്പോൾ പല സമയത്തും പല ആൾക്കാർക്ക് വേദിയിൽ ഇടം കിട്ടാതെയൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരം എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അല്ല, മുൻപൊക്കെ നടത്തിയ പരിപാടികളിൽ, അത് കലാമേളകളായിക്കോട്ടെ, സ്പോർട്സ് മീറ്റുകളായിക്കോട്ടെ, അതിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകളും മെച്ചപ്പെടുത്തലുകളും വേണമോ എന്ന് അധികൃതർ സൂക്ഷ്മമായി ചർച്ച ചെയ്യുന്നുണ്ട്. പരമാവധി മനുഷ്യസാധ്യമായ എല്ലാ രീതിയിലും എല്ലാ സൗകര്യങ്ങൾക്കും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ 10,000-കണക്കിന് കുട്ടികളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ഒക്കെ തന്നെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ തന്നെ മുൻകൂട്ടി കണ്ട് പരിഹരിക്കുവാനുള്ള ഒരു പരിശ്രമത്തിലാണ്. മാധ്യമങ്ങൾ വഴി അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ മാധ്യമങ്ങൾ വഴി അറിയിക്കും. അത്തരത്തിൽ ഗൗരവമായൊരു ചർച്ച നടന്നു വരുന്നുണ്ട്. അങ്ങനെ വളരെ സജീവമായി മുന്നൊരുക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJP ജില്ലാ അധ്യക്ഷനാണ് ഇവിടുത്തെ പ്രചരണ വിഭാഗത്തിൻ്റെ, മീഡിയ വിഭാഗത്തിൻ്റെയൊക്കെ ചെയർമാനായിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ തിരക്കുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരടക്കമുള്ളവർ ഇതിൻ്റെ ക്രോഡീകരണവും പ്രവർത്തനങ്ങളും ഏകോപനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സ്വർണ്ണക്കപ്പ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്, മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, മുന്നോട്ട് പോകുന്നു. പ്രധാന വേദിയിലടക്കം ഒരുക്കങ്ങൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നു. ശരി, പ്രജിത് മോഹൻ.